എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ സ്വന്തത്തിലേക്ക് ഉയർത്തിയിടിച്ച് നടുവിടിച്ചേ പോരാ, ശക്തിയോടെ ഇടിച്ച് ദൈവമക്കൾ ഒരുമിച്ച് നിറയണമേ, ശക്തിയോടെ എന്നിൽ നിറയണമേ, ആഗ്രഹിച്ചു കൈയടിച്ച് എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് നിറയുന്ന സമയം നമ്മുടെ രോഗപീഠകളിലേക്ക് ഈ ശുശ്രൂഷ സമയത്ത് തന്നെ എല്ലാ ബന്ധനങ്ങളും അഴിയുന്ന സമയം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത് അനുഭവിക്കാൻ പറ്റുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ പ്രാർത്ഥിക്കട്ടെ. അടുത്തുള്ളവരെ നോക്കണ്ട, നിനക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തരുന്നുണ്ടോ അതുപോലെ പ്രാർത്ഥിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ആമേൻ. കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ, കൃപകൾ നൽകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ചേർന്ന് വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ സമയത്ത് കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടുന്ന സമയം, ദൈവശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്ന സമയം, അനേക രോഗികൾ സൗഖ്യപ്പെടുന്ന സമയം, അനേക കെട്ടുകൾ അഴിയപ്പെടുന്ന സമയം, മനസ്സിന്റെ ഭാരങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്ന സമയം, നിന്റെ കുടുംബ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം, നിന്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുന്ന സമയം, നിന്റെ സാമ്പത്തിക കടബാധ്യതകൾ ഇടപെടുന്ന സമയം, നിന്റെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും ഇടപെടുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. നിന്നൊഴുകുന്ന അഭിഷേകത്തിന്റെ ശക്തി നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ നിൽക്കുന്ന സ്ഥലത്ത് ഈ വലിയ അഭിഷേകം നിനക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. നിന്റെ വലതും ഇടതും നിൽക്കുന്ന വ്യക്തി എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നോക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ചോട്ടെ. നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകുന്നത് അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തില് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്ത് നിന്നെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. എന്റെ സഹോദര സഹോദരി, ഇതാ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് അഭിഷേകം ഒഴുകപ്പെടുന്ന സമയമാണ്. ലൂക്കാസ് സുവിശേഷം 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന് ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ പന്തക്കുസ്ത നിനക്ക് സമ്മാനിക്കുന്ന സമയമാണ്. എന്റെ സഹോദര സഹോദരി, ഉള്ളൊരുകി പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവേ, 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 ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് എന്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. നിന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. നിന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന സമയം അനേകരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഭാഷാവരത്തിന്റെ കൃപകൾ നൽകുന്നുണ്ട്. വിശ്വസിക്കുന്ന ഓരോരുത്തരും അത് ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കട്ടെ. അഭിഷേകം തരണേ, സംഭവിക്കട്ടെ. അഭിഷേകം തരണേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. വരണേ, റൂഹായേ വരണേ, റൂഹായേ വരണേ, റൂഹായേ വരണേ,
അഭിഷേകം തരണേ, ആഗ്രഹിക്കട്ടെ. അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ, എന്റെ ശരീരത്തിലേക്ക് അഭിഷേകം ഒഴുകപ്പെടട്ടെ. തരണേ, എന്റെ കെട്ടുകൾ അഴിയട്ടെ. റൂഹായി വരണേ, പ്രാർത്ഥന വരം നിറയട്ടെ. റൂഹായി വരണേ, കെട്ടുകൾ അഴിയപ്പെടട്ടെ. റൂഹായി വരണേ, മദ്യപാനത്തിന് അടിമത്തം മാറട്ടെ. റൂഹായി വരണേ, ആത്മഹത്യ പ്രവണതകൾ എടുത്തു മാറ്റപ്പെടട്ടെ. അഭിഷേകം തരണേ, നിരാശ എടുത്തു മാറ്റപ്പെടട്ടെ. അഭിഷേകം തരണേ, മരണഭയം ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുന്നു. അഭിഷേകം തരണേ, ഓർത്തോർ ദുഃഖിക്കുന്ന സ്വഭാവത്തിൽ കർത്താവ് ഇടപെടുന്നു. തരണേ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്ന സമയം തരണേ, ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി എന്നിൽ വെളിപ്പെടുന്നു. ഓ ഹോളി സ്പിരിറ്റ്. അപ്പസ്തോല പ്രവർത്തനം 6:10 അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, കാലാകാലങ്ങളായി ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും കർത്താവെ അഴിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സകല രോഗപീഠകളെയും പരിശുദ്ധാത്മാവ് അഴിക്കട്ടെ. കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ തടസ്സം നിൽക്കുന്ന പൈശാചിക പീഡകളെ കർത്താവ് അഴിക്കട്ടെ. കാലാകാലങ്ങളായി ഞങ്ങളുടെ ശരീരങ്ങളിൽ അനുഭവപ്പെടുന്ന ചില പാരമ്പര്യ രോഗങ്ങളെ, ചില അലർജി രോഗങ്ങളെ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് സൗഖ്യപ്പെടുത്തണമേ. കർത്താവിന്റെ ശക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനേകരിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേകരിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്റെ സഹോദര സഹോദരി, നീ ആര് തന്നെയാണെങ്കിലും നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി വെളിപ്പെടുന്നു. The dunamis power upon you. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ ഒന്ന് വിളിച്ച് 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 പ്രാർത്ഥിച്ചേ, വിളിച്ച് 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 പ്രാർത്ഥിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് അനേകരിലേക്ക് കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടുന്നു. നിന്റെ ശരീരത്തിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു. ഇതാ സംഭവിക്കുന്നു. The mighty miracles. അനേക പേരുടെ ശരീരത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജനമേ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ദൈവശക്തി സംഭവിക്കട്ടെ. നല്ല കൈയടി കൊടുത്തേ, താളത്തിലൊന്ന് കൈയടിച്ചേ. ശരീരത്തിലേക്ക് അഭിഷേകം, നിൽക്കുന്ന മണ്ണിലേക്ക് അഭിഷേകം, ഇതിന്റെ ചുറ്റുവട്ടത്തേക്ക് അഭിഷേകം സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ അടിച്ച് നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. 2 കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇതാ നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. നിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടുന്നു, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. കൈയടിച്ച് ആ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് അനക്കി കൈയടിച്ച് കണ്ണു തുറന്നേ. സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ശരീരം അനങ്ങിക്കുന്നു. ശരീരത്തിൽ അഭിഷേകം വെളിപ്പെടുന്നു. ആമേൻ. നന്നായിട്ട് കൈയടിച്ചേ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടും
കുറ്റബോധവും ചാബല്യവും അവിടും കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ ദൈവത്തിന്റെ ആത്മാ ഇറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവർത്തിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി എന്റെ ഈശോ. വിളിക്കട്ടെ വിളിക്കട്ടെ, പോരാ പോരാ പോരാ. ദാവീദിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ മിഷൻ നിന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. സ്വരം പോരട്ടെ, സ്വരം ഉയർത്തി വിളിക്കുന്നു എന്റെ ഈശോ. ആമേൻ. കൈയടിച്ച്. Yes. ആമേൻ. ഒന്ന് വട്ടം കറങ്ങി കൈയടിച്ച്, വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി കൈയടിച്ച്. ആ ഒന്ന് കറങ്ങിക്കേ. അടുത്തുള്ളവരെയൊക്കെ നോക്കി സന്തോഷത്തോടെ. യെസ് യെസ്. അഭിഷേകം അടുത്തുള്ളവരിലേക്ക് കൂടെ അഭിഷേകം ചെയ്യട്ടെ. എല്ലാവരും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിഞ്ഞ്. ആ അവിടുന്ന് മോചിപ്പിച്ചു അന്തരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവി സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി അവിടുന്ന് മോചിപ്പിച്ചു അന്തരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ അടിമകൾ ക്രിസ്തുവി സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ ദൈവത്തിന്റെ ആത്മാ ഇറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി എന്റെ ഈശോ. വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. ദൈവശക്തി ദൈവമക്കളിലേക്ക് ഒഴുകുന്ന സമയം. എന്റെ സഹോദര സഹോദരി, നീ ആര് തന്നെയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്ന സമയം. കാലാകാലങ്ങളായുള്ള തിന്മയുടെ കെട്ടുകൾ അഴിക്കുന്ന സമയം. ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുന്ന സമയം. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആപിതാവേ എന്ന് വിളിക്കുന്നത്. Yes, the power, the power, the power. കൈയടിച്ച് സന്തോഷത്തോടെ. In the name of Jesus Christ. 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 Yes. The power of Jesus Christ. In the power of Jesus Christ. In the power of Jesus Christ. In the power of Jesus Christ.
the power of Jesus Christ, 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 the power of Jesus Christ. ഒരു ക്യാൻസർ രോഗിയെ ഈശോ തൊടുന്നു. വിശ്വസിക്കുന്നവര് രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി ദൈവമക്കളിലേക്ക് ഒഴുകുന്നു. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാരണം അതിശക്തമായ കൃപകളാണ് ഈ കൂടാരത്തിൽ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സഹോദര സഹോദരി, നീ ആരു തന്നെയാണെങ്കിലും നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന സമയം, അടിവയറ് വേദന മൂലം വളരെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരി, നിന്റെ മേൽ കർത്താവിന്റെ ശക്തിയാണ് വെളിപ്പെടുന്നത്. മോനിക്ക എന്നുള്ളൊരു പേര് കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് ആ സഹോദരിയെ സ്പർശിക്കുകയാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഈ ശുശ്രൂഷയുടെ ഈ സമയം നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. യെസ്, അപ്പസ്തോല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. യെസ്, the power from God, that is സ്വർഗ്ഗത്തിന്റെ ശക്തി, ഡുനാമിസ് പവർ നിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒരു അമ്മയുടെ കണ്ണുനീര് നാളുകളായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനെ ഓർത്ത് കരയുന്ന അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. മകൻ മടങ്ങി വരും. മകനെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. അമ്മ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അമ്മ വിശ്വസിക്കൂ, ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്, ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഓരോ വ്യക്തിയും വിശ്വസിച്ചോണം. ഇത് കാണാൻ വന്ന വ്യക്തിയായിരിക്കും, വെറുതെ ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാവും. എന്നാൽ നീ വിശ്വസിക്കുക, ഇതാ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് നിന്നിലേക്ക് കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മകൻ നാളുകളായി ഒരു ബൈക്കിൽ നിന്ന് വീണതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവേ, ആ സഹോദരന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശക്തി സഹോദര, പരിശുദ്ധാത്മാവ് സഹോദരനെ സ്പർശിക്കുന്ന സഹോദരന് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് വിശ്വസിച്ചത് ഏറ്റെടുക്കട്ടെ. യെസ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയിലും, ഒന്നോ രണ്ടോ പേരിലല്ല, ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയം ദൈവത്തിന്റെ ആത്മാവ് ഒരു പുത്തൻ അഭിഷേകമായിട്ട് മാറുന്നു. യെസ്, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. യെസ്, ആമേൻ. മനുഷ്യർക്കുമേ ആവസിച്ചു. യെസ്, സംഭവിക്കുന്നു. നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഭാരപ്പെടുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു, യെസ്, നിറയണമേ. ആഗ്രഹിക്കുന്നതോറും നിന്നിൽ പരിശുദ്ധാത്മാവേ നിറയണമേ.
കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കത്തോലിക്ക സഭയിലെ ശക്തമായ ഒരു ഡെലിവറൻസ് വിടുതലിന്റെ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ സഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം മനസ്സിലൊന്നോർത്തെ. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയോഗമെന്നോർത്തെ. ഒരുപക്ഷെ നീണ്ട നാളായി പ്രാർത്ഥിച്ചും അടുത്ത കാര്യമാവും, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടാവും. നീ നിന്നെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ല എന്നുള്ള തെറ്റായ ചിന്ത നിന്റെ തലയ്ക്കകത്തുണ്ടാവും. എന്നാൽ ഈശോ നിന്നോട് പറയുന്നു, മകനെ മകളെ, നിന്നിൽ അതിശക്തമായ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എന്നിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. നിങ്ങളുടെ നിയോഗം മനസ്സിൽ ഓർക്കുക. ആരും വെറുകയോടെയല്ല, മറിച്ച് നിയോഗം പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസിച്ചു കൊള്ളുക. ദൈവം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമ്മുടെ വലതും ഇടതും നിൽക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ചാലോ? ആരും ആയിക്കൊള്ളട്ടെ, അവരുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചേ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത് കർത്താവ് ഈ വ്യക്തി ഇവിടെ കൊണ്ടുവന്നതാ, നിന്റെ മുമ്പിൽ കൊണ്ടുവന്നതാ. യെസ്, ആ വ്യക്തിയുടെ കൈ ഒന്ന് ചേർത്ത് പിടിക്കുന്നു, കണ്ണടയ്ക്കുന്നു. ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും അത് നമുക്ക് വിഷയമല്ല. കാരണം ദൈവത്തിനറിയാം, ദൈവം ആ വ്യക്തിയിൽ ഇടപെടും. നമ്മുടെ ദൗത്യം എന്താണ്? ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബലം കൊടുക്കുക. ആ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിങ്കിലേക്ക് ദേ ഈ വ്യക്തിയെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. ആ ചേർത്ത് പിടിച്ച കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാലോ? ഒന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ ദേശത്തിന് ചുറ്റും വലിയ ഒരു സംരക്ഷണ വേലി പണിയണമേ. ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളെ തൊടല്ലേ. ഞങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദം, വെളിച്ചം, ക്രമീകരണം, ഞങ്ങളിരിക്കുന്ന കസേര, ഞങ്ങളിരിക്കുന്ന അന്തരീക്ഷം, ഈ കാലാവസ്ഥ കർത്താവെ അനുകൂലമാക്കണമേ. ഒരു കാരണവശാലും ഒരു തിന്മയും ഈ മണ്ണിൽ സംഭവിക്കരുത്.
1 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാം തിരുവചനം. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയും മണ്ണിൽ സംഭവിക്കട്ടെ. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദേശത്തിന്റെ മേൽ കർത്താവെ കരുണയായിരിക്കണമേ. പല ഭാഷയിലും മതത്തിലും വർഗത്തിലുമുള്ള ദൈവജനം ഈ മണ്ണിൽ കടന്നു വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിന് ചുറ്റും അനേകർ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. വീടുകളിൽ ഇരുന്ന്, റോഡുകളിൽ ഇരുന്ന്, നടന്നുകൊണ്ട് ഒക്കെ അനേകർ വചനം കേൾക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനം അവരിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾക്ക് ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കൈകൾ കൂപ്പി സന്തോഷത്തോടെ അൽത്താരയിലേക്ക് നോക്കി പറഞ്ഞ്, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അൽത്താരയിലേക്ക് നോക്കി നന്നായിട്ടൊന്ന് സ്തുതി ചൊല്ലിക്കേ. ആർക്കാണ് സ്തുതി? ഈശോയ്ക്കാണ്. അല്പം കൂടെ ഒച്ചത്തിൽ അന്തസ്സോടുകൂടെ ഒന്ന് കൊടുത്തേ. ഈശോ കേട്ടില്ലെന്നാ തോന്നുന്നത്. അല്പം കൂടെ ഒച്ചത്തിലാവാം. വലതും ഇടതും നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ച് അവർക്കൊരു സ്തുതി കൊടുത്തേ. ആ സ്തുതി ഒരു സൗഖ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നേ. സ്വസ്ഥമായിട്ടിരുന്നോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന്റെ വലിയ സ്നേഹത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഈശോയ്ക്ക് നന്ദി പറയാം. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്രകാരം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ ഇന്നലെ ആരംഭിച്ച ഈ ബൈബിൾ കൺവെൻഷനിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യുന്നത് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ബൈബിളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കുറെ പേര് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്. നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് ചില കാര്യങ്ങൾ പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, നമ്മൾ അല്പസമയം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വചനം ഒരു പക്ഷേ കുറെ അധികം പേർക്ക് അറിയാവുന്ന ഒരു വചനമാണ്. കുറെ അധികം പേർക്ക് അറിയത്തുമില്ല. ഈ അടുത്ത നാളുകളിൽ അനേക കൺവെൻഷൻ വേദികളിൽ, ധ്യാന മന്ദിരങ്ങളിൽ പ്രഘോഷിക്കപ്പെട്ട ഒരു വചനമാണ്. പക്ഷെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു തന്നു, നിങ്ങളോട് ഈ വചനം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ വേണമെന്ന്. അതുകൊണ്ട് ഈ വചനം നമ്മൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഇത് പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. പുസ്തകത്തിന്റെ പേര് ദിനവൃത്താന്തം എന്നാണ്. എന്താണ് പുസ്തകത്തിന്റെ പേര്? ദിനവൃത്താന്തം. അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം. 2 പുസ്തകങ്ങളാണ് ബൈബിളിൽ ദിനവൃത്താന്തം എന്ന പേരിൽ. ബുക്ക് ഓഫ് ക്രോണിക്കിൾസ്. ക്രോണിക്കിൾസ്. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 വേഴ്സ് 10. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനം. ഈ വചനം കാണാതെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? ഈ വചനം കാണാതെ അറിയാവുന്നവര് കുറച്ച് പേർക്കറിയാം. ബാക്കിയുള്ളവരെ ഈ വചനം കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷെ മറന്നുപോയതായിരിക്കും. ഈ 2026 ഇപ്രകാരം ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ വചനം നമ്മൾ ഏറ്റുപറയണം. കാരണം ഈ വചനം പറയുന്നതനുസരിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ മേൽ സംഭവിക്കും. ആമേൻ, ആമേൻ. യെസ്, ഇത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നതനുസരിച്ച് നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ അറിയാവുന്നവരാണ്, ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവരായിരിക്കും. എന്നാൽ ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം നിങ്ങൾ വേറെ ഒന്നും അധികം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഈ വചനം പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും. ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഈ വചനം പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും. പറഞ്ഞു കൊടുത്തേ, പറയേ. അത് പാവല്ല, അതിനോട് പറഞ്ഞു കൊടുക്ക്. വചനം പഠിച്ചാൽ സഹോദരി ജീവിതം രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വചനം പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും. ആമേൻ. അപ്പൊ ഈ വചനം നമ്മൾ വായിക്കാൻ പോവാണ്. ദിനവൃത്താന്തത്തിന്റെ 1-ാം പുസ്തകം
4-ാം അധ്യായം 10-ാം തിരുവചനം. വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ എന്റെ അതിരുകൾ